ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവകൃപ നിറഞ്ഞ ജീവിതം, ദൈവകൃപയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ദൈവകൃപ നിറഞ്ഞ ജീവിതം നയിച്ച അസംഖ്യം വ്യക്തികളെ നാം കണ്ടെത്തുന്നു. അവരോട് ചേർന്ന് അവരുടെ ജീവിതം എത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് ഈ വിഷയത്തിൽ കൂടി നമുക്ക് ചിന്തിക്കാം. ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു ശുഭ്രവസ്ത്രം ധരിച്ച് തൻ്റെ ആത്മാവിൻ്റെ പരിശുദ്ധിയെ പ്രകടമാക്കുന്ന വെള്ള ഉടുപ്പുമിട്ട് ആ കുഞ്ഞ് മരിയ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി അനുഗ്രഹാശിസ്സുകൾക്ക് വേണ്ടി അപേക്ഷിച്ചു. യാത്ര സുരക്ഷിതമായിരിക്കുന്നതിനും വിശുദ്ധ കുർബാനയിലെ ഈശോയെ ഏറ്റവും നന്നായി യോഗ്യതാപൂർവ്വം സ്വീകരിക്കുന്നതിനുമുള്ള അനുഗ്രഹത്തിനായി ആ കുഞ്ഞ് അമ്മയോട് തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. തൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ആ കുഞ്ഞിനോട് അമ്മയായ അസൂന്ത ഇങ്ങനെ ചോദിച്ചു, മോളെ, നീ ആരെയാണ് സ്വീകരിക്കുന്നത് എന്നത് നിനക്കറിയാമോ? ഉറച്ച സ്വരത്തോടെ ആ കുഞ്ഞിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അമ്മേ, എനിക്ക് അറിയാം അമ്മേ, ഞാൻ ഈശോയെയാണ് ഈ കൂദാശയിൽ ഞാൻ സ്വീകരിക്കുന്നത്. അവളുടെ മറുപടിയിൽ സംതൃപ്തിയായ അമ്മ അവളോട് ഇങ്ങനെ പറഞ്ഞു, മോളെ, മരണം വരെയും ജീവിതത്തിൽ ഒരിക്കലും ഈശോയെ വേദനിപ്പിക്കരുത്, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യരുത്. അവളുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ഇല്ലമ്മച്ചി, മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ ഒരു പാപം ഈശോയ്ക്ക് എതിരായി ചെയ്യുകയില്ല. അവളുടെ ഈ പ്രഖ്യാപനത്തിന് ശേഷം ഏതാനും മാസം കഴിഞ്ഞപ്പോൾ അലക്സാണ്ടർ എന്നു പേരായ ഒരു കശ്മലൻ്റെ 14 കുത്തുകളേറ്റ് വീരമൃത്യു വരിച്ച മരിയ ഗൊരേത്തിയുടെ ഈ പ്രഖ്യാപനം ഇത് സാക്ഷാത്കരിച്ചു. ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ജീവിതത്തിൻ്റെ അവസാനം വരെയും അന്ത്യശ്വാസം വലിക്കുന്നത് വരെയും ദൈവകൃപയിൽ ദൈവത്തോടൊത്ത് ജീവിക്കാൻ സാധിച്ച ഒരു കൊച്ചു വിശുദ്ധ. ഉൽപ്പത്തി 39:23 തിരുവചനം. അവിടെ എല്ലാം ജോസഫിൻ്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവൻ്റെ കൂടെയുണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. അവൻ ഏൽപ്പിച്ച ഒരു കാര്യത്തിലും വീണ്ടും രണ്ടാമതൊന്ന് ഇതെന്ത് അതെന്ത് എന്നിങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടായില്ല. കാരണം കർത്താവ് അവൻ്റെ കൂടെയുണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തന്നെയല്ലേ നമുക്കും വേണ്ടത്? കൂടെ വസിക്കുന്ന ദൈവം നമ്മുടെ എല്ലാ കാര്യത്തിലും, ദൈവം കൂടെയുള്ളപ്പോൾ ഒരു ദൈവകൃപ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ, ദൈവ അനുഗ്രഹം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഇടയാകും. ഉൽപ്പത്തി 39:23 തിരുവചനത്തിൽ ഈ കാര്യമാണ് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത്. പുറപ്പാട് 20:6 തിരുവചനം. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. എപ്പോഴും ദൈവം കരുണ കാണിക്കും, വലിയ കൃപ ചൊരിയും. ദൈവ അനുഗ്രഹ സമൃദ്ധി കൊണ്ട് നമ്മുടെ ജീവിതം ദൈവം നിറയ്ക്കും. നിയമാവർത്തനം 15:10 തിരുവചനം. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി നമുക്ക് കുറിച്ചിടാം. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ജീവിതം നയിക്കുവാൻ ഈ വചനം നമ്മെ വളരെയേറെ സഹായിക്കുന്നു. തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ച് ദൈവഹിതത്തിനൊത്തവണ്ണം തൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും ദൈവത്താൽ നിരന്തരം നയിക്കപ്പെടണം എന്നുള്ള ഒരു വലിയ ദാഹമുള്ള വ്യക്തിയായിരുന്നു വിശുദ്ധ ഡോൺ ബോസ്കോ. ഒരു ദിവസം കുറേ കടക്കാർ അദ്ദേഹത്തെ വന്ന് ശല്യം ചെയ്തു. കൊടുത്തു തീർക്കാനുള്ള പണം മുഴുവനും തിരിച്ചു കൊടുക്കണം. അദ്ദേഹം കുട്ടികളോട് പള്ളിയിൽ പോയി മാറി 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 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം പുറത്തേക്കിറങ്ങി. പരിചയമുള്ള ആരെയും കണ്ടെത്താനായിട്ട് പറ്റിയില്ല. വീണ്ടും നടപ്പ് മുന്നോട്ടേക്ക് തുടർന്നു. പരിചയമില്ലാത്ത ഒരാൾ അടുത്തു വന്ന്
അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കവർ കൊടുത്തിട്ട് അപ്രത്യക്ഷനായി. മറ്റൊരിക്കൽ ഒരു പ്രസ്സുകാരന് 500 ലീര കടം കൊടുക്കാനുണ്ടായിരുന്നു. ദൈവത്തിൽ വിശ്വസിച്ച് ഈ സംഭവത്തിലും അദ്ദേഹം പുറത്തിറങ്ങി കുട്ടികളോട് മാറി മാറി പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ കുർബാനയുടെ മുമ്പാകെ ഓരോരുത്തരായി മാറി മാറി ഒരു വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി സെൻറ് തോമസ് പള്ളിയിൽ കയറി അദ്ദേഹം പ്രാർത്ഥിച്ചു, അടുത്തുണ്ടായിരുന്ന ദേവാലയത്തിൽ. ഈ സമയത്ത് ഒരു ജർമ്മൻകാരൻ 500 ലീര അടങ്ങിയ ഒരു കവർ അദ്ദേഹത്തെ കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം തിരിച്ച് ചെന്നപ്പോൾ കുട്ടികൾ ആഹ്ലാദത്തോടെ ചോദിച്ചു, അച്ഛാ എങ്ങനെയായി കാര്യം? അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഒരു വഴിയിൽ കൂടി പോകുന്ന അനുഭവം നമ്മളിങ്ങനെ കാണുകയാണ്. വേറൊരിക്കൽ റൊട്ടി, ഈ കുട്ടികളുടെ ബോർഡിങ്ങിലേക്ക് റൊട്ടി കൊടുക്കുന്ന മനുഷ്യൻ ഒത്തിരി കടമുണ്ടായിരുന്നു ഇയാൾക്ക് കിട്ടുവാനായിട്ട്. അപ്പോൾ അദ്ദേഹം വന്ന് ഒരു സ്ലിപ്പ് എഴുതി വെച്ചു, കടം വീട്ടിയില്ലെങ്കിൽ ഇനി മുതൽ റൊട്ടിയില്ല. അദ്ദേഹം പിള്ളേരോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടു, പുറത്തിറങ്ങി. അദ്ദേഹം ഇങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരു വേലക്കാരൻ ഓടി വന്നു പറഞ്ഞു, അച്ഛനോട് വന്നു പറഞ്ഞു, തൻ്റെ യജമാനൻ തീരെ സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണ്, അങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് വീട്ടിൽ വരാമോ? അച്ഛൻ വീട്ടിൽ ചെന്നു യജമാനന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ രോഗശാന്തി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. തിരിച്ചു പോന്നപ്പോൾ ആ വേലക്കാരൻ ഒരു കവറ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വളരെ സന്തോഷപൂർവ്വം യാത്രയാക്കി. അപ്പോൾ ആ റൊട്ടി കടക്കാരന് അദ്ദേഹത്തിൻ്റെ കടം തീർക്കുവാൻ പാകത്തിനുള്ള ഒരു തുക അതിൻ്റെ അകത്ത് സമൃദ്ധമായി ദൈവം കരുതി വച്ചിരുന്നു. വേറൊരിക്കൽ ഒരു സംഭവം ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഓറട്ടറിയിൽ 500-ലധികം കുട്ടികൾ, നോക്കുവാൻ പ്രത്യേകിച്ച് വാർഡന്മാരോ അല്ലെങ്കിൽ ഡിറക്ഷൻ കൊടുക്കുവാൻ മറ്റ് മേലധികാരികളോ ആരുമില്ലാതെ 500-ലധികം കുട്ടികൾ നിശബ്ദമായി വളരെ കൃത്യനിഷ്ഠയിൽ ഇരുന്നു കൊണ്ട് പഠിക്കുന്നു. ഇത് കണ്ട പാൽമേഴ്സ്റ്റൺ പ്രഭു അത്ഭുതപ്പെട്ട്, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശുദ്ധ ഡോൺ ബോസ്കോയോട് ചോദിച്ചു. അതിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള ഒരു രഹസ്യമാണ്. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, കൂടെ കൂടെ കുമ്പസാരിക്കുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഇത് മൂന്നും കൂടിയാകുമ്പോൾ കുട്ടികളുടെ ജീവിതം അത്ഭുതകരമായിട്ട് വളരെ കൃത്യമായിട്ട് ദൈവത്താൽ നയിക്കപ്പെടും. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് ചെയ്യുന്ന ജോലികളിലും ചുറ്റുമുട്ടമുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങി വരുന്നത് കണ്ടെത്താൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് നാം ഇങ്ങനെയാണ് കാണുന്നത്. നിയമാവർത്തനം 15:10, നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. നിയമാവർത്തനം 28:7 തിരുവചനം, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരെ അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. കണ്ടോ, നമ്മൾക്ക് എതിരെ വരുന്ന ഓരോ ശത്രുവിനെയും നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരെ അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യുകയും ചെയ്യും. ഈശോയ്ക്ക് വേണ്ടി വളരെ വീരോചിതമായി ജീവിച്ചിരുന്ന, തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച അനേകം ക്രിസ്തീയ മക്കളുടെ രക്തസാക്ഷിത്വത്തിൻ്റെയൊക്കെ കഥ ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. റൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം തിരുവചനം, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഒരു ടാക്സി ഡ്രൈവറിൻ്റെ അനുഭവം ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം ടാക്സി ഓടിച്ച് ജീവിക്കുകയാണ്. പതിവ് പോലെ രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് അദ്ദേഹം ജോലിക്ക് വേണ്ടി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ടാക്സിക്കാരിടുന്ന ആ റോയിൽ തൻ്റെ വണ്ടി കൊണ്ടുവന്നിടും. അദ്ദേഹം വരുമ്പോഴത്തേക്കും മുഴുവനും ടാക്സികൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയായിരിക്കും.
പലപ്പോഴും 2-3 മണിക്കൂറുകളൊക്കെ കഴിഞ്ഞ് മാത്രമേ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒരു ഓട്ടം വിളിക്കുകയുള്ളൂ. അദ്ദേഹം വണ്ടിയിൽ ഇരുന്നുകൊണ്ട് കിട്ടുന്ന സമയം മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം അദ്ദേഹത്തിന് കിട്ടിയ ഓട്ടത്തിൽ ഒരു ഉച്ചയൊക്കെ ആകാറായപ്പോഴാണ് ഒരു ഓട്ടം കിട്ടിയത്. ആ മനുഷ്യൻ പറയുകയാണ്, പകൽ മുഴുവനും വെറുതെ ഇങ്ങനെ വണ്ടിക്കകത്ത് ഇരുന്നുവെങ്കിലും മുൻനിരയിലുള്ളവർക്കെല്ലാം ഓട്ടം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അദ്ദേഹം പറഞ്ഞ ആ അനുഭവം, ഒരു ദൂര സ്ഥലത്തേക്ക് ഒരു ഓട്ടം കിട്ടി. അപ്പോൾ അതുകൊണ്ട് അന്നേ ദിവസത്തേക്ക് ഉപജീവനത്തിന് വേണ്ടതായ ഒരു നല്ല വരുമാനം ആ ഒറ്റ കാര്യങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുക, റൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം, നിന്റെ ദൈവമായ കർത്താവ്, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഇത് യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ വളരെ 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 കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. 1 സാമുവേൽ 3-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം, സാമുവേൽ വളർന്നു വന്നു, കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വാക്കുകളിൽ ഒന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ ഒരു വാക്കുപോലും വ്യർത്ഥമാകാൻ, നിഷ്ഫലമായി പോകാൻ ദൈവം അനുവദിച്ചില്ല. 1 സാമുവേൽ 18-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനം, കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് ദാവീദ് വിജയം വരിച്ച ഒട്ടനവധി സംഭവങ്ങൾ നമ്മൾ ബൈബിളിൽ ഉടനീളം നാം കണ്ടെത്തുന്നത് സർവ്വസാധാരണമാണ്. 2 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം, ഹെസക്കിയ അവൻ കർത്താവിനോട് ഒട്ടി നിന്നു, അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. ഹെസക്കിയ കർത്താവിനോട് ഒട്ടി നിന്നു എന്ന് പറയും. നല്ലൊരു സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ എന്നതുപോലെ, ഒരിക്കലും പറഞ്ഞു പോരാത്തതുപോലെ അത്രമാത്രം ഒരു നല്ല ചേർച്ച, അത്രമാത്രം നല്ല ആ ഒട്ടിക്കലിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് നമുക്ക് വർണ്ണിക്കാൻ തന്നെ സാധ്യമല്ല. അതുകൊണ്ട് ഉണ്ടായ അനുഭവം എന്താണെന്നറിയാമോ? അവിടുത്തെ കൽപ്പനകൾ പാലിച്ചു, അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനം, കർത്താവ് അവനോടുകൂടി ഉണ്ടായിരുന്നു, അവൻ്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി. അവൻ അസീറിയ രാജാവിനെ എതിർത്തു, അവനെ സേവിച്ചില്ല. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. 2 തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നു. ഒന്ന്, ഹെസക്കിയ കർത്താവിനോട് ഒട്ടി നിന്നു, കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും എല്ലാം ഐശ്വര്യപൂർണമായി, തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരനുഭവം. അതാണ് സർവശക്തൻ കൂടെ നിന്നാലത്തെ അനുഭവം എന്നുള്ളത് നാം കാണുന്നു. എതിരെ വരുന്ന രാജാവിനെ, അസീറിയ രാജാവിനെ എതിർത്തു, അവനെ സേവിച്ചില്ല. അവരുടെ യാതൊരുവിധ ആഗ്രഹങ്ങൾക്കും ഹെസക്കിയ കീഴ്പ്പെട്ടില്ല. അത്രമാത്രം ദൈവത്തിൻ്റെ പ്രബലമായ ശക്തി അവനെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ദിനവൃത്താന്ത പുസ്തകം 2-ാം ദിനവൃത്താന്തം 27-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോഥാം പ്രബലനായി. ആ വചനം നമുക്കൊന്നും കൂടെ ശ്രവിക്കാം. കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോഥാം പ്രബലനായി. അപ്പോൾ ജീവിതത്തിൽ ശക്തി കൈവരുവാൻ, വളരെയേറെ പ്രബുദ്ധത കൈവരുവാൻ ദൈവത്തോട് ഒട്ടി നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവ ഇഷ്ടത്തിൽ നിന്ന് അണുവിട്ട വ്യതിചലിക്കാതെ ജീവിതം ക്രമപ്പെടുത്തി കഴിയുമ്പോൾ വളരെയേറെ പ്രബുദ്ധത അതിൽ കൂടി കൈവരുകയും ചെയ്യുന്നു. അനേകം ജീവിതങ്ങളിലൂടെ, പൂർവ്വപിതാക്കന്മാരിലൂടെ, പ്രവാചക ഗണങ്ങളുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോന്നും നാം കാണുന്നത്. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനം, 1-ാം മാസം 12-ാം ദിവസം ഞങ്ങൾ ആഹാവ നദീ തീരത്ത് നിന്ന് ജെറൂസലേമിലേക്ക് പുറപ്പെട്ടു. ദൈവത്തിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും വഴിയിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു. അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും വഴിയിലുള്ള അപകടങ്ങളിൽ നിന്നും നിരന്തരം കാത്തു രക്ഷിച്ച സംഭവം യെശയ്യായുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യൂദിത്ത് 5-ാം അധ്യായം 17-ാം തിരുവചനം, തങ്ങൾ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെയുണ്ടായിരുന്നു. മേൽപ്പറഞ്ഞ തിരുവചനങ്ങളിൽ കൂടി എല്ലാം നാം കാണുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, പാപം ഉപേക്ഷിക്കുമ്പോൾ, ദൈവ തിരുവിഷ്ടമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തപ്പെടുമ്പോൾ മേൽക്കുമേൽ പുരോഗതി ഉണ്ടാകുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള തിരുവചനം നമുക്ക് ഇങ്ങനെ കണ്ടെത്താനായിട്ട് പറ്റുന്നു. നീ പരിഭ്രമിക്കുകയോ സംഭ്രമിക്കുകയോ ഒന്നും വേണ്ട.
ഞാൻ മോശയോടുകൂടി എന്ന പോലെ നിന്നോടുകൂടിയും ഉണ്ടായിരിക്കും. ആ വചനഭാഗം നമ്മൾ അതിൽ കൂടിയെല്ലാം കടന്നു പോകുമ്പോൾ ഈ സത്യങ്ങളാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അപ്പോൾ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയും നന്മ കൈവരികയും ചെയ്യും. നീ ചെന്ന എല്ലാ കാര്യങ്ങളിലും നീ വിജയം വരിക്കും. അപ്പോൾ ദൈവ തിരുവിഷ്ടമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ ദൈവകൃപ, ദൈവ അനുഗ്രഹം നമ്മിൽ ഉത്തരോത്തരം നിറഞ്ഞു നിൽക്കുമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഓരോ പേജുകളും ഓരോ വ്യക്തികളുടെ ജീവിത സംഭവങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരുന്നു. 1 മക്കബായർ 2-ാം അധ്യായത്തിൻ്റെ 61-ാം തിരുവചനം, തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. ഒരു സ്കൂൾ കുട്ടിയുടെ അനുഭവം ഞാൻ പങ്കുവയ്ക്കട്ടെ. വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഈ കുട്ടി ചെയ്തിരുന്നത്, ജീവിക്കുവാൻ പ്രത്യേകിച്ച് വകയൊന്നുമില്ല, നന്നായി പഠിക്കണമെന്നുള്ള ഉദാത്തമായ ഒരു ദാഹം ഈ കുട്ടിക്കുണ്ടായിരുന്നു. അവൻ ചെയ്തുകൊണ്ടിരുന്നത് നല്ല ഡിസ്റ്റിങ്ഷൻ മേടിച്ച് മാർക്കും മേടിച്ച് പഠിക്കാനുള്ള കഴിവ്, ജന്മനാ ഉള്ള ആ ഒരു ബുദ്ധിയുടെ വൈഭവം അവന് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ പഠന ചെലവ് വഹിക്കുവാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല. ഹോട്ടലിൽ പോയി പാത്രമൊക്കെ കഴുകും. ഒഴിവുള്ള സമയമെല്ലാം ഹോട്ടലിൽ പോയി പാത്രമൊക്കെ കഴുകി അങ്ങനെയാണ് ഉപജീവനത്തിന് ചില മാർഗങ്ങൾ ആ കുട്ടി കണ്ടെത്തിയിരുന്നത്. ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി. അങ്ങനെ SSLCക്ക് ഹൈ ഡിസ്റ്റിങ്ഷൻ മാർക്ക് മേടിച്ചു. വീണ്ടും തുടർന്നങ്ങോട്ട് +1 +2 പഠനമൊക്കെ കഴിഞ്ഞു ഡിഗ്രി പഠിച്ചു. പിന്നീട് അങ്ങോട്ട് ആ കുട്ടിയുടെ ദൈവാശ്രയത്വം അവനെ ഒരു ഉന്നത നിലയിൽ എത്തിച്ചു ചേർത്തു. ഇപ്പോൾ നല്ല ഒരു സംഖ്യ പ്രതിമാസം വരുമാനം പ്രതിഫലം പറ്റുന്ന ഒരു ജോലിയിൽ ആ കുട്ടിയുടെ ജീവിതം എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്ര പാവപ്പെട്ടവനാണെങ്കിലും എവിടെയെല്ലാം ജോലിക്ക് ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ എടുത്ത് ഉപജീവനത്തിനുള്ള വഴി, ചെറിയ ഒരു മാർഗം ആ കുട്ടി കണ്ടെത്തുന്നുണ്ട് എങ്കിലും രാവിലെ അവൻ എപ്പോഴും ദേവാലയത്തിൽ ഹാജരാകും, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കും. വിശുദ്ധ കുർബാന മാറ്റിവെച്ചിട്ട് ഒരു പഠനമോ ഒരു ഉപജീവനമോ ആ കുട്ടി കണ്ടിട്ടില്ല. അതിൻ്റെ ഫലം കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു വ്യക്തി പോലും ഒരിക്കലും പരാജയപ്പെടുന്നത് കണ്ടിട്ടില്ല. 1 മക്കബായർ 2:61, തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. ജെറമ്യ 1:8 തിരുവചനം, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടി ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടി ഞാനുണ്ട്, കർത്താവാണ് ഇത് പറയുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം തിരുവചനം, അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നത് കൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെയും ശ്രേഷ്ഠനായിട്ട് തീർന്നു. അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഒരു വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നതായിട്ട് നമുക്ക് കാണാം. മോശ 40 ദിവസം സീനായ് മലയിൽ ദൈവത്തോടൊപ്പം സഹവസിച്ചു. ദൈവത്തെ മുഖാഭിമുഖം കണ്ടിരുന്നതിനാൽ ദൈവത്തോടുള്ള സഹവാസത്തിൻ്റെ ഫലമായി തൻ്റെ മുഖം പ്രകാശമാനമായി എന്ന് മോശെ അറിഞ്ഞില്ല. അവൻ അവിടുന്ന് മലയിൽ നിന്നിറങ്ങി പുറത്തേക്ക് ജനങ്ങളുടെ അടുക്കിലേക്ക് വന്നപ്പോൾ ഇസ്രായേല്യർ കണ്ട കാഴ്ച, മൂശയുടെ മുഖം സൂര്യ തേജസ്സോടുകൂടി നിറഞ്ഞു നിൽക്കുന്നത് അവർ കണ്ടെത്തുകയുണ്ടായി. ഇതാ അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നത് കൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെയും ശ്രേഷ്ഠനായിട്ട് മാറിയ സംഭവമാണ്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ധ്യാനമൊക്കെ കഴിഞ്ഞ് ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്ത് ഒരു ടൗണിൽ ചെന്നിറങ്ങി. എൻ്റെ അടുത്തിരുന്ന ഒരു സഹോദരി എൻ്റെ കൈ കോർത്തിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എത്തേണ്ട സ്ഥലത്ത് എത്തി, അടുത്ത ബസ്സിൽ കയറാനുള്ള തീരുമാനമാണ്. അപ്പോൾ ആ വ്യക്തി എന്നോട് ഇങ്ങനെ പറയുകയാണ്, സിസ്റ്ററെ, എനിക്ക് സിസ്റ്ററിനെ ഇട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. ആ മകൾ ഇങ്ങനെയാണ് പറഞ്ഞത്, എന്തോ ഒരു പ്രത്യേകത, എന്താ സിസ്റ്ററിനെ ഇങ്ങനെ കാണുക. ഞാൻ പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയ്ക്കൊട്ട് ഞാനൊട്ട് ചെയ്തിട്ടുമില്ല. പക്ഷേ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവകൃപയിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞും പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, നമ്മുടെ ഉള്ളിലിരുന്ന് ദൈവിക ചൈതന്യം നാം ദൈവത്തോടൊത്തായിരിക്കുമ്പോൾ മോശയിൽ നിന്ന് ദൈവിക ചൈതന്യം ഇസ്രായേല്യരുടെ മേൽ പ്രസരിച്ചതുപോലെ അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉള്ള ദാനിയേലിനുണ്ടായ അനുഭവം മറ്റുള്ളവർക്ക് കിട്ടിയതുപോലെയല്ല. ദൈവത്തിൻ്റെ ചൈതന്യം മറ്റുള്ളവരിലേക്ക് നമ്മളറിയാതെ തന്നെ ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കും.
നമ്മുടെ ദൈവത്തിൻ്റെ ഈ വലിയ കൃപ നാം ഇങ്ങനെ കാണുകയാണ്. സഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ്. നമ്മൾ ചെയ്യുന്ന എത്ര നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും, ചെറുതോ വലുതോ, എത്ര ബുദ്ധിമുട്ടേറിയതോ പ്രതിസന്ധികൾ നിറഞ്ഞതോ ആണെങ്കിൽ പോലും നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് കൂടെ ഇരുന്നു കൊണ്ട് എല്ലാം വിജയിപ്പിച്ചു തരുന്ന ഒരനുഭവം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നു. ലൂക്ക സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 66-ാം തിരുവചനം, കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോട് കൂടിയുണ്ടായിരുന്നു. ജീവിക്കുന്ന ദൈവം, ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മമായ ത്രിത്വൈക ദൈവം അവനോട് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ടും ജീവനും കൊണ്ടും എല്ലാം നിറഞ്ഞ് നമുക്കും ഈ വചനത്തിൻ്റെയൊക്കെ അത്ഭുതകരമായ ശക്തി സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 47-ാം തിരുവചനം, അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. ദൈവകൃപയിൽ ജീവിക്കുന്ന വ്യക്തി തികച്ചും ദൈവത്തിൻ്റെ മനുഷ്യന് മുമ്പിൽ പ്രീതികരമായ ഒരു ജീവിതം നയിക്കുന്നത് നാം കണ്ടെത്തുന്നു. അങ്ങനെ രക്ഷ പ്രാപിക്കേണ്ട അനേകം മക്കളെ, ദൈവത്തെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരെ തന്നോട് കൂട്ടിച്ചേർക്കുവാൻ അവരുടെ ഗണത്തിൽ കർത്താവ് പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവിക ജീവിതം നയിക്കുമ്പോൾ ഏതു പ്രതിസന്ധികളിലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, അനേകം പേരുടെ മേൽ ആവസിച്ച ദൈവത്തിൻ്റെ ശക്തമായ കരം നമ്മളോടൊപ്പം ആയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ജീവിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രബുദ്ധമാകും, വളരെയേറെ അനുഗ്രഹിക്കപ്പെടും. നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ലൂക്ക 1:66, കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വർഗം, ദൈവം ഉന്നതമായ സ്വപ്നങ്ങൾ വെച്ചു പുലർത്തുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിനാണ് ജെറമ്യ 29:11-14 വരെയുള്ള തിരുവചനങ്ങൾ, നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ മേൽ പൂവണിയണമെങ്കിൽ ദൈവ തിരുവിഷ്ടം അനുസരിച്ച് ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം നാം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തപ്പെടുമ്പോൾ അത് അതിൻ്റെ അന്ത്യം വരെയും വിജയസാധ്യത നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കും. ഒരു മരിയ ഗൊരേത്തിയുടെ അനുഭവം, ഒരു വിശുദ്ധ ഡോൺ ബോസ്കോയുടെ അനുഭവം, ഇങ്ങനെ എണ്ണമറ്റ വിശുദ്ധരുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് കരഗതമാക്കി തരും. ഇതുപോലെ എല്ലായ്പ്പോഴും പ്രഭാതം മുതൽ പ്രദോഷം വരെ, രാവും പകലും, എല്ലായ്പ്പോഴും ഊണിലും ഉറക്കത്തിലും ദൈവത്തോടൊത്തുള്ള ഒരു നല്ല ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് ഇടവരുത്തും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.